അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ കേരള സർവകലാശാലയിലേക്ക്. കേരള സർവകലാശാലയിൽ VC ഒരു ഉത്തരവിട്ടിരിക്കുന്നു. സംസ്കൃതത്തിലെ PhD ഇപ്പോൾ വകുപ്പ് മേധാവിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയെ തുടർന്ന് അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഗോപാൽ, നമ്മൾ പറഞ്ഞു വന്നത്, ആ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകാനാണ് തീരുമാനം? ആരാണ് ഇനി അന്വേഷിക്കുക? ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീൻ CN വിജയകുമാരുടെ പരാതി, ആ പരാതിയുടെ ഉള്ളടക്കത്തെ വലിയ ഗൗരവത്തോടു കൂടിയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ എടുത്തിരിക്കുന്നത്. സർവകലാശാലയിൽ PhD ഇത്ര ലാഘവത്തോടു കൂടി നൽകാൻ പാടുണ്ടോ എന്ന തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കർശനമായ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് വൈസ് ചാൻസലർ എത്തിയിരിക്കുന്നത്. പോരാത്തതിന് SFI നേതാവ് കൂടിയാണ് മറുവശത്ത് ഉള്ളത് എന്നതിനാൽ തന്നെ ആ അന്വേഷണത്തിന്റെ മൂർച്ച അല്പം കൂടും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാറേയും റിസർച്ച് ഡയറക്ടറെയുമാണ് ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേടുകൾ അല്ലെങ്കിൽ പിഴവുകൾ ഉള്ള പ്രബന്ധം അംഗീകാരം നൽകിയത്? അത് ഇത്തരത്തിൽ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾ എന്ന് ഡീൻ ആരോപിക്കുന്ന ഒരാളുടെ പ്രബന്ധത്തിന് എങ്ങനെ അനുമതി നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണം എന്നതാണ് VCയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. ആ അന്വേഷണം ഒട്ടും വൈകാൻ പാടില്ല. അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ പരാതിക്കാരൻ്റെയും കുറ്റാരോപിതൻ്റെയും വേർഷൻ കൃത്യമായി ശേഖരിച്ച് അതിൽ ഒരു അനുമാനത്തോടു കൂടി നിഗമനത്തോടു കൂടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് ഡോക്ടർ അരുൺ ഈ അന്വേഷണത്തിനായി ഉത്തരവിട്ട VCയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്.